Hi guys, welcome back. Yes, Nihal sir എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണം. നിങ്ങളുടെ എഡ്യൂക്കേറ്റർ റിലേറ്റഡ് കണ്ടന്റ് ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഹെൽപ്ഫുൾ ആവും. സോ ബേസിക്കലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എത്ര സീറ്റ് ബാക്കിയുണ്ട്, നിങ്ങൾക്ക് അപേക്ഷയിൽ കിട്ടുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സാധനം. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് സ്കൂൾ വൈസ് വാക്കൻസീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. HSK വെബ്സൈറ്റിൽ കയറുന്നു. HSK വെബ്സൈറ്റിൽ നിങ്ങളുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം. ആ നോട്ടിഫിക്കേഷനിൽ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ഫോർ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും എത്രത്തോളം സീറ്റ് ബാക്കിയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു PDF വരും. ആ PDF ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് എവിടെയൊക്കെ സീറ്റുകളുണ്ട് ഒക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മെറിറ്റ് വാക്കൻസിയിൽ 4321 സീറ്റ് ഉണ്ട്. കൊല്ലത്ത് 4485 സീറ്റ്, പത്തനംതിട്ടയിൽ 3234 സീറ്റ്, ആലപ്പുഴയിൽ 4000 സീറ്റ്, അതുപോലെ കോട്ടയത്ത് 3354 സീറ്റ്, ഇടുക്കിയിൽ 2062 സീറ്റ്, എറണാകുളം 5137 സീറ്റ്, തൃശ്ശൂരിൽ 4896 സീറ്റ്, പാലക്കാട് 3850 സീറ്റ്, കോഴിക്കോട് 5352 സീറ്റ്, മലപ്പുറത്ത് 8703 സീറ്റ്, അതുപോലെ വയനാട്ടിൽ 1550 സീറ്റ്, കണ്ണൂരിൽ 4486 സീറ്റ്, കാസർഗോഡ് 2490 സീറ്റ്. ചുരുക്കി പറഞ്ഞാൽ 57,920 സീറ്റുകൾ നിലവിൽ വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട് ഓരോ ജില്ലയിലുമായിട്ട് ഓൾ ഓവർ കേരള. അതുകൊണ്ട് ഇത്തവണ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വളരെ വൃത്തിയിൽ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് എന്താണ് കമ്പാരിറ്റീവ്ലി കുറച്ചധികം ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം ബാക്കി എല്ലാവരും അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു, അവരൊന്നും ഇനി പരിഗണിക്കില്ല. നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത കുട്ടികൾക്ക് അലോട്ട്മെൻറ്റിൽ ഇതുവരെ ഇതുവരെ കൊടുക്കാത്ത ആളുകൾക്കും കഴിഞ്ഞ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് മാത്രമേ ഇതുപോലെ പരിഗണിക്കുന്നതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യത അധികമുണ്ട്. ഇനി നമുക്ക് ഓരോ ജില്ലയിലെയും ഓരോ സ്കൂളിലെയും ഏതൊക്കെ സീറ്റ് ബാക്കിയുണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ സ്കൂൾ വൈസ് വാക്കൻസി നിങ്ങളുടെ HSK വെബ്സൈറ്റിലെ സ്കൂൾ വൈസ് വേക്കൻസീസ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതേപോലെ ഒരു വിൻഡോയിലേക്ക് വരും. അതിൽ ഇവിടെ നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യുക. അത് കുറച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജില്ല ഏതാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ജില്ലയിലെ മുഴുവൻ സ്കൂളും ഏതൊക്കെ സ്കൂളാണോ സീറ്റ് ഒഴിവുള്ളത്, അത് ഏതൊക്കെ സീറ്റാണ് ഓരോ സ്കൂളും ഒഴിവുള്ളത് വളരെ കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ കൃത്യമായി നോക്കിയിട്ട് വേണം നിങ്ങൾ സ്കൂൾ സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗവൺമെൻറ് ഗണപത് ഗേൾസ് ഹയർ സെക്കൻഡറി ചാലപ്പുറം കോഴിക്കോട് 10001 ആ സ്കൂളിലെ കോഡ്. ഗേൾസ് സ്കൂളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, അതായത് കോഡ് നമ്പർ 1. എത്ര സീറ്റ് ഉണ്ട്? 10 സീറ്റ് ജനറൽ കാറ്റഗറിയിൽ തന്നെ അവിടെ ഒഴിവുണ്ട്. 10 സീറ്റ് 10 കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പോകും അല്ലേ. അതുപോലെ ഓരോ സ്കൂളും ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്കൂളും കാണാം. അതുപോലെ തന്നെ ഗണപത് ഗേൾസ് ചാലപ്പുറം, അതായത് ഓരോ SC ST ഉൾപ്പെടെ എല്ലാ കാറ്റഗറികളിലും കാണാം കേട്ടോ. ഇനി ഗവൺമെൻറ് ഈസ്റ്റിൽ കോഴിക്കോട് എത്ര ഓരോ സീറ്റ് ബാക്കായി നിങ്ങൾ നോക്കിയാൽ അവിടെ ജനറൽ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഒഴിവ് അല്ലേ. അതിൽ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലൊക്കെ ഒഴിവൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് ഇങ്ങനെ നോക്കിയാൽ മതി. ഈ നമ്പേഴ്സ് നോക്കിയിട്ടാണ് അവിടെ എത്ര സീറ്റ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, റെഡി ആണല്ലോ? അത് നോക്കി. ഇനി അടുത്ത പരിപാടി ഇനി എങ്ങനെ ഇപ്പോൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ കാണാം. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതുവരെ ഒരു അപേക്ഷയിലും ഒരു അലോട്ട്മെൻറ്റിലും ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കൊടുക്കാൻ കഴിയാത്ത കുട്ടികൾക്കാണ് അവിടെ ക്രിയേറ്റ് കൊടുക്കേണ്ടത്. ഇനി പിന്നെ നിങ്ങളെന്താ ചെയ്യുക? നിങ്ങൾ ഈ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയത് റിന്യൂ ആപ്ലിക്കേഷനാണ് നിങ്ങൾ കൊടുക്കുക. അതായത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾ റിന്യൂ ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്. തെറ്റുകൂടാതെ ചെയ്യുക. എന്തെങ്കിലും സംശയമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിഹാൽ സാർ എന്ന എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പോൾ സംശയം ഒന്നുമില്ല, നിങ്ങൾ സംശയം ചോദിക്കാൻ മാത്രം. അപ്പോൾ എന്താ നിങ്ങളെ നിങ്ങളുടെ കറക്റ്റ് ഡീറ്റെയിൽസ് തെറ്റുകൂടാതെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മതി. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെജോറിറ്റി ആളുകൾക്ക് സീറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. തെറ്റുകൂടാതെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ബൈ.